ക്ലീ 2024 5 ഇയർ 3 ഇയർ LLBയുടെ അലോട്ട്മെൻറ്റ് സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. അതിനുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് 5 ഇയറിൻ്റെയും 3 ഇയറിൻ്റെയും. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. 5 ഇയറിൻ്റെയും വന്നിട്ടുണ്ട്, 3 ഇയറിൻ്റെയും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡേറ്റ്സും പിന്നെ എങ്ങനെയാണ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 5 ഇയറിൻ്റെയും 3 ഇയറിൻ്റെയും ഒരേ പ്രൊസീജിയർ തന്നെയാണ്. അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒരു പ്രൊസീജിയർ തന്നെയാണ്. ഡേറ്റ്സിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് 5 ഇയറിൻ്റെയാണ് ആദ്യം പറയുന്നത്. ഡേറ്റ് പറയുന്നത് ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. 25-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അത് 25-ാം തീയതി 3 മണി വരെയുള്ള 3 മണി വരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും കണക്കിലെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ എപ്പോഴും ആപ്ലിക്കേഷൻ നമ്പർ പാസ്വേഡ് കൊടുത്ത് കയറുന്ന പോലെ കയറിയതിന് ശേഷം ഒരു പുതിയൊരു മെനു കാണാൻ സാധിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു മെനു നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ 5 ഇയർ കോഴ്സ് ആണെങ്കിൽ 5 ഇയർ കോഴ്സുള്ള കോളേജസിൻ്റെ ലിസ്റ്റ് കാണിക്കും. 3 ഇയർ ആണെങ്കിൽ 3 ഇയർ കോഴ്സസ് ഉള്ള കോളേജസിൻ്റെ ലിസ്റ്റ് കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് നിങ്ങളുടെ റാങ്കും അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ്, ഈ 2 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മളുടെ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ, കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നോക്കി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളത് നോക്കുന്നതിൻ്റെ കാര്യം ഓരോ കോളേജിലും എത്ര റാങ്ക് വരെയുള്ള ആൾക്കാർക്കാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഓരോ കോളേജിലും എത്ര റാങ്ക് വരെയാണ് പോയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന റാങ്കിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഒരു അഡ്മിഷൻ കിട്ടുമോ എന്നുള്ള ഒരു ഏകദേശ ഐഡിയ നമുക്ക് ആ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് നിങ്ങൾ വെക്കണം. ഓപ്ഷൻസ് വെക്കുന്നത് നമ്മളൊരു ഓർഡറിലായിരിക്കും. അതിൽ നിങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾ വെക്കേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് ആയിരിക്കണം. അതോടൊപ്പം നിങ്ങളുടെ റാങ്കിനനുസരിച്ച് കിട്ടും എന്നുള്ള ഒരു ഏകദേശ പ്രതീക്ഷയുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് തന്നെ ആദ്യം വെക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഫസ്റ്റ് വേറെ ഏതെങ്കിലും കോളേജ് നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ദൂരെ ഏതെങ്കിലും കോളേജ് വെച്ചതിന് ശേഷം അത് നിങ്ങൾക്ക് ആ ഒരു കോളേജ് വന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് തന്നെ ഫസ്റ്റ്, സെക്കൻഡ് അങ്ങനെ പ്രയോറിറ്റി വൈസ് വെക്കുക. നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ റാങ്കിന് എന്നുള്ളതും കൂടി നോക്കി വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മുടെ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റ്സ് മറക്കരുത്. 25-ാം തീയതി വരെയുള്ള 25-ാം തീയതി 3 മണി വരെ വന്നിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും അവർ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഡിഫക്റ്റ് കാരണം വിത്ത്ഹെൽഡ് ആയിട്ടുള്ളവരുണ്ടാവും റിസൾട്ട്സ്. അപ്പം അവർക്കും ഇതിൽ പങ്കെടുക്കാം. പക്ഷേ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. 24-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യണം, 3 മണിക്കുള്ളിൽ ആ ഡിഫക്റ്റ് എന്താണോ ആ ഡിഫക്റ്റ് ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഈ ഓപ്ഷൻ രജിസ്ട്രേഷന് ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. 1000 രൂപയാണ് ഫീസ്. SC/ST കൺസിഡറേഷൻ, SC/ST OEC കാറ്റഗറിക്ക് എലിജിബിലിറ്റി, ഫീ കൺസെഷൻ്റെ എലിജിബിലിറ്റി ഉണ്ട്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ ഇൻമേറ്റ്സ് ഓഫ് ജുവനൈൽ ഹോം, നിർഭയ ഹോം, ശ്രീചിത്ര ഹോം ഇവർക്കൊക്കെ 500 രൂപ അടച്ചാൽ മതിയാവും. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ചാൽ മാത്രമേ അവർ കൺസിഡർ ചെയ്യുള്ളൂ. അത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജും അല്ലെങ്കിൽ നിങ്ങൾ വെച്ച കോളേജസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ട് ചെയ്യും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ കോളേജിൽ പറയുന്ന ദിവസം പോയി അഡ്മിഷൻ എടുക്കണം. നിങ്ങൾക്ക് ആ കോളേജ് താല്പര്യമില്ല, മറ്റൊരു കോളേജ് കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണം എന്നൊരു താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജാണോ കിട്ടുന്നത് അവിടെ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. എങ്കിലേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലരും ആ ഒരു കാര്യം ചെയ്യാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കും. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്താൽ മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ അഡ്മിഷന് ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞു, എന്നാൽ അവിടെ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല.
അങ്ങനെയാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ട് ചെയ്യില്ല. നിങ്ങൾക്ക് ഒരു കോളേജും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് ചെയ്യും. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി അഡ്മിഷൻ എടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ രജിസ്ട്രേഷൻ ഫീസ് റീഫണ്ട് ചെയ്യില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, അവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും പങ്കെടുക്കുന്നില്ല. ആ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവുകയാണ്. അവിടെ നിങ്ങൾ പഠിക്കാനൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിലും ഈ രജിസ്ട്രേഷൻ ഫീസ് തിരിച്ച് കിട്ടില്ല, റീഫണ്ട് ആകില്ല. അപ്പം അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഇത്രയും ഭാഗത്ത് അത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ രജിസ്ട്രേഷൻ നിങ്ങൾ ഈ പറയുന്ന ദിവസം 25-ാം തീയതിയാണ് 5 ഇയർ LLBക്ക്. അതിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്ത് സേവ് ചെയ്യണം. ഓക്കെ, എങ്കിൽ മാത്രമേ അവർ അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അത് പരിഗണിക്കത്തുള്ളൂ. ഈ കൊടുത്തിരിക്കുന്നതാണ് കോളേജസിൻ്റെ ലിസ്റ്റും എത്ര സീറ്റ്സ് ആണുള്ളതെന്നും അവിടെ ഏതൊക്കെ കോഴ്സുകളാണുള്ളതെന്നും ഇതിൽ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ, ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും കോളേജസ് ചേർത്തിട്ടുണ്ടാവും. ആ കോളേജസും കൂടി നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെയൊക്കെ പോകാൻ പറ്റും. ഓക്കെ, അപ്പം അഡീഷണൽ ആയിട്ട് കോളേജസ് ചിലപ്പോൾ ചേർത്തിട്ടുണ്ടാവും. അവിടെ അതും കൂടി നോക്കുക. ചിലപ്പോൾ കോഴ്സസ് അഡീഷണൽ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നോക്കണം ഈ നോട്ടിഫിക്കേഷനിൽ. പിന്നെ ഫീസിൻ്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ ഫീസാണ്. ഇതിൽ ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം. പുതിയ അക്കാഡമിക് ഇയറിൻ്റെ ഫീസ് സ്ട്രക്ചർ ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിലെന്തെങ്കിലും പുതിയ ഫീസ് സ്ട്രക്ചർ വരുമ്പോൾ മാറ്റമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്പോഴവർ അറിയിക്കുന്നതായിരിക്കും. അതനുസരിച്ച് ബാക്കിയുള്ള തുക അടച്ചാൽ മതിയാവും. ഇത് കഴിഞ്ഞ വർഷത്തെ ഫീസാണ്. ഇത് തന്നെയായിരിക്കും ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഏകദേശം. പക്ഷേ നമുക്ക് കുറച്ചും കൂടി ഈ ആനുവൽ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഗവൺമെൻറ് ലോ കോളേജിൻ്റെയാണ് 1575. പക്ഷെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോൾ ഒരു ഏകദേശം 10,000-ൻ്റെ അടുത്തായിട്ട് വരും. അതായത് മറ്റുള്ള ഫീസിൻ്റെ ലൈബ്രറി ഫീ എല്ലാ ഫീയും കൂടെ ചേർത്തിട്ട് ഏകദേശം അത്രയും വരും. അല്ലാതെ 1575 അല്ല നിങ്ങൾ അടയ്ക്കേണ്ടി വരിക. ഏകദേശം ഒരു 10,000 അടുത്ത് അടയ്ക്കേണ്ടി വരും. ബാക്കി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജസിൻ്റെയും ഒരു ഏകദേശം ഈ കൊടുത്തിരിക്കുന്നത് തന്നെ അടയ്ക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഏകദേശം അതിൽ നിന്ന് കുറച്ചും കൂടി ഒരു 10,000 രൂപ കൂടി കൂടുതൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കൊടുത്തിരിക്കുന്ന അഡ്മിഷൻ സമയത്ത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റാണ്. ഇതിൽ കാൻഡിഡേറ്റ്സ് ഡേറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോയും ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്, സൈറ്റിലില്ല എന്ന്. അത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോഴായിരിക്കും അത് നിങ്ങളുടെ സൈറ്റിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പ്രൊഫൈലിൽ കാണിക്കുന്നത്. ഇപ്പോൾ കാണിക്കില്ല. കാരണം നിങ്ങൾ ഏത് കോളേജാണോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അവിടെ കൊടുക്കാനുള്ള ഡേറ്റ ഷീറ്റും അലോട്ട്മെൻറ്റ് മെമ്മോയും ഒക്കെ ആയിരിക്കും വരുന്നത്. അലോട്ട്മെൻറ്റ് മെമ്മോ, അപ്പോൾ അതിൻ്റെ പേര് വെച്ചിട്ടായിരിക്കും അലോട്ട്മെൻറ്റ് മെമ്മോ വരുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തായിരിക്കും ഈ 2 ഡോക്യുമെൻറ്റ്സ് നിങ്ങളുടെ സൈറ്റിൽ കാണാൻ പറ്റുന്നത്. പിന്നെ SSLCയും ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, +2ൻ്റെ മാർക്ക് ലിസ്റ്റും, TC, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അതുപോലെ 4 കോപ്പീസ് ഓഫ് റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്. നിങ്ങളുടെ ഒരു ഫോട്ടോ 4 കോപ്പീസ് വേണം. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണെങ്കിൽ അത്രയും നല്ലത്. ഈ 3 ഇയർ LLBക്കൊക്കെ ആണെങ്കിലും അല്ലാതെ 5 ഇയർ ആണെങ്കിലും ഗവൺമെൻറ് എംപ്ലോയീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നുള്ള റിലീവിങ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഇതൊക്കെ തന്നെയാണ് 3 ഇയറിനും വരുന്നത്. 3 ഇയറിന് പിന്നെ ഒരു മാറ്റം വരുന്നത് ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരായതുകൊണ്ട് ഡിഗ്രി എക്സാമിനേഷൻ്റെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ അത് കാണിക്കുക, അതിനുള്ള മാർക്ക് ലിസ്റ്റ്, ഡിഗ്രി മാർക്ക് ലിസ്റ്റ് ആയിരിക്കും കാണിക്കേണ്ടി വരുന്നത്. പിന്നെ ഇവിടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, കേരളത്തിന് പുറത്തുള്ള ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചവർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്. മറ്റ് ഡോക്യുമെൻറ്റ്സ് രജിസ്റ്റർ ചെയ്ത സമയത്ത്, ആപ്ലിക്കേഷൻ കൊടുത്ത സമയത്ത് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒറിജിനൽ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ കൂടുതലും കാസ്റ്റ് പോലുള്ള കാസ്റ്റ് റിസർവേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, സർട്ടിഫിക്കറ്റ്സ്, അതൊക്കെ ഒറിജിനൽ കൊണ്ടുവരിക. പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയും ഡേറ്റ ഷീറ്റും അതൊക്കെ നമുക്ക് അവിടെ അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴുള്ള കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 3 ഇയറിനും ഇതുപോലെ തന്നെയാണ്. ഡേറ്റ് നോക്കുക, 26-ാം തീയതിയാണ് 3 ഇയറിൻ്റെ ഡേറ്റ് വരുന്നത്. 26 ഉച്ചയ്ക്ക് 3 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ ലിസ്റ്റ് 3 ഇയർ LLB കോഴ്സുള്ള കോളേജുകളുടെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത്. ടോട്ടൽ സീറ്റ്സിൻ്റെ എണ്ണം നോക്കുക, ഏതെങ്കിലും പുതിയ കോളേജസ് ആഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കിക്കൊള്ളുക. അതോടൊപ്പം ഫീസിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നേരത്തെ 5 ഇയറിന് പറഞ്ഞ പോലെ തന്നെയാണ്. ലാസ്റ്റ് ഇയർ ഫീ ആണിത്. മാറ്റം വരുമ്പോൾ അതിനനുസരിച്ച്
ഉള്ള ബാക്കി തുക അടയ്ക്കേണ്ടി വരും. പിന്നെ ഇത് അഡ്മിഷന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ 5 ഇയറിൻ്റെ അതേപോലെ തന്നെയാണ്. പിന്നെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഇവിടെ ഡിഗ്രി എക്സാമിനേഷനാണ്. അതിൻ്റെ മാർക്ക് ലിസ്റ്റ് കൊടുക്കുക. എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, മറ്റ് യൂണിവേഴ്സിറ്റി, ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന യൂണിവേഴ്സിറ്റി, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, പക്ഷേ നിങ്ങൾ MG യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡിഗ്രി എടുത്തത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾ കൊടുക്കണം. അലോട്ട്മെൻറ്റിന് ഇപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ റാങ്കിനൊത്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ളതും അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടാൻ ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് മാത്രം വെക്കുക. എല്ലാം കൂടി വെച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജസ് ആദ്യം കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് ആ കോളേജസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റൊരു വഴി ഇല്ലാണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റും കൂടെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ടെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്ന കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓപ്ഷൻസ് തെറ്റുകൂടാതെ രജിസ്റ്റർ ചെയ്യുക. 3 മണി വരെ ഉണ്ട്. 26-ാം തീയതി 3 ഇയറിന് 26-ാം തീയതിയും 5 ഇയറിന് 25-ാം തീയതിയുമാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 3 ഇയറിന് നമ്മൾ ആപ്ലിക്കേഷനിൽ ഡിഫക്റ്റ് കാണിച്ചിട്ട് റിസൾട്ട് വിത്ത്ഹെൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 25-ാം തീയതിയാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന സമയം. 25-ാം തീയതി 3 മണി വരെയാണ് നിങ്ങൾക്ക് ഡിഫക്റ്റ് കാണിച്ചിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള സമയം. അതിനുള്ളിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെയും അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്കും ഇപ്പോൾ എന്ത് ചെയ്യാം, ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം. 5 ഇയറിനാണെങ്കിൽ ആ ഡേറ്റ് 24-ാം തീയതി വരെയാണ്. അപ്പോൾ ഇതൊക്കെ നോക്കി കറക്റ്റായിട്ട് നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക. ഇതാണ് നമ്മളുടെ ഫസ്റ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും നിങ്ങൾ വെക്കുന്ന ഓപ്ഷൻസ്. മനസ്സിലായോ? സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ മാത്രമേ പറ്റൂ. പുതിയ ഓപ്ഷൻസ് ചിലപ്പോൾ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ഇപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന അവസരം എന്ന് പറയുന്നത്, മാക്സിമം നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജസ് കറക്റ്റ് നിങ്ങളുടെ പ്രയോറിറ്റി വൈസ് വെക്കുക. അപ്പോൾ അല്ലാതെ താല്പര്യമില്ലാത്തത് വെച്ച് കഴിഞ്ഞ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റി കിട്ടിയില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് താല്പര്യമുള്ള കോളേജസ് മാത്രം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഒരു വീഡിയോ ആയിട്ടാണെങ്കിൽ വീഡിയോ ആയിട്ട്, അല്ല കമൻറ്റിൽ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ.